സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോലാഹലങ്ങൾ അത് ചെറുതൊന്നുമല്ല, അത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമയിലൂടെ കുറച്ച് സത്യസന്ധമായ കാര്യങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ടുള്ള മുരളി ഗോപി അത് നല്ല വൃത്തിയാവണ്ണം എഴുതി വെച്ചു. അത് നല്ല വൃത്തിയും വെടുപ്പിലും നമ്മുടെ പൃഥ്വിരാജ് അത് സംവിധാനവും ചെയ്ത് അതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രമടക്കം ഈ സംഘപ്രസ്ഥാനങ്ങളുടെ മൂട്ടിൽ തീ പിടിച്ച പോലെ ഊത്തല പിടിച്ച് ഓടുകയാണ്. അതുകൊണ്ടാണ് ആ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട 3 മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞ് അത് ധൃതി പിടിച്ച് അവധി ദിവസത്തിൽ പോലും അത് കുത്തി തുറന്ന് അതിനകത്ത് കയറി കട്ട് ചെയ്ത് ആ സാധനം മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് എന്നും സത്യമായിട്ട് തന്നെ ജ്വലിച്ച് നിൽക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജ്, അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഭാഗമായിട്ടുള്ള ഗോകുലം ഗോപാലൻ. ഇവരുടെ വീടുകളിലേക്ക് ED എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ വിട്ടുകൊണ്ട് അവരെ ഇപ്പം അങ്ങ് അടിച്ചില്ലാണ്ടാക്കി കളയാം എന്നുള്ള ഒരു ധാരണ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആദ്യം ആശീർവാദ് സിനിമാസ്, അതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് എന്തുകൊണ്ടാണ് പിന്മാറിയെന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക പ്രൊഡക്ഷൻസിനെ ED എന്ന് പറയുന്ന സംവിധാനം തൂത്തുവാരുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ സിനിമയുടെ ഭാഗമായി നിന്ന് അവർ നൈസായിട്ട് ഇതിനകത്ത് നിന്ന് എസ്കേപ്പായി. അതിനുശേഷം ധൈര്യപൂർവ്വം ഗോകുലം ഗോപാലൻ ഈ സിനിമ ഏറ്റെടുത്തു. കാരണം ഗോകുലം ഗോപാലനും പൃഥ്വിരാജും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന വ്യക്തികളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഈ സിനിമയുടെ നായകനും സിനിമയുടെ മെയിൻ പ്രൊഡ്യൂസറുമായിട്ടുള്ള ലാലേട്ടൻ സംഘപ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയെന്ന് മാത്രമല്ല, നല്ല വൃത്തിയാവണ്ണം നക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. എന്നിട്ട് പോലും ഈ സംഘപ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ ഇവരെ വെറുതെ വിടുന്നില്ലെന്നുള്ള തിയേറ്ററിൽ പോയിരുന്നുണ്ട്. മോഹൻലാലിൻ്റെ കോലം കത്തിക്കുന്നു, മോഹൻലാലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ED എന്ന് പറയുന്നൊരു സംവിധാനം എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ മെയിൻ പ്രൊഡ്യൂസറായിട്ടുള്ള ആശീർവാദിനെയോ ലാലേട്ടൻ്റെയോ നേരെ പോകാത്തത്? അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സംഘപ്രസ്ഥാനങ്ങൾക്ക് മുട്ടുമടക്കി അവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവരെ ഒന്നും അവരൊരു അക്ഷരം പോലും മിണ്ടില്ല, അവർ തൊടില്ല. കാരണം ആദർശമായി അത് ആൺകുട്ടികളെ പോലെ സമൂഹത്തിൽ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ അവർ ഈ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്ത് കളയും എന്നുള്ളതാണ്. എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓഡിയൻസിൻ്റെ ഒരു പ്രതികരണം, അതായത് ഫാൻസുകാരുടെ ഒരു പ്രതികരണം പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരു ആവറേജ് ഫീലാണ് ആ സിനിമ നൽകിയത്. പക്ഷേ അതിൻ്റെ മേക്കിങ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഗംഭീരമായിരുന്നു. അതിനകത്തൊന്നും ഒരു സംശയവും ആർക്കുമില്ല. പക്ഷേ സിനിമയായിട്ട് കണ്ടതുകൊണ്ടാണ് ആരാധകർക്ക് അത് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടുക. കാരണം സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഖുറൈഷിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർക്കത് കിട്ടിയില്ല. അതിൻ്റെ ഒരു നിരാശയാണ് ആരാധകരുടെ ഇടയിൽ ഉണ്ടായത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടന്റ് ഇത്രത്തോളം പുകിലുണ്ടാക്കും എന്നുള്ളത് ഇവരൊരിക്കലും വിചാരിച്ച് കാണത്തില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസിൽ നിന്ന് ഒരുപാട് ആൾക്കാർ രാജിവെച്ച് മാറിയിട്ടുണ്ട്. അത് 2 കാരണങ്ങളുണ്ടാകാമെന്ന്. ഒന്ന്, സംഘപ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിന്ന് മാപ്പ് പറഞ്ഞതിനുള്ള ഒരു അമർഷം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചെറിയൊരു വിഭാഗം അതിൽ നിന്ന് മാറിയിരിക്കുന്നത്. മറ്റൊന്ന്, വേറൊരു രീതിയിൽ ചിന്തിക്കാം, സംഘപ്രസ്ഥാനങ്ങളെ നാശമാക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് ഇങ്ങനൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടന്റ് കുത്തിക്കയറ്റിയതിന് അമർഷം കൊണ്ടായിരിക്കാം ചില വിഭാഗങ്ങൾ പൊഴിഞ്ഞു പോയിട്ടുള്ളത്. എന്താണെങ്കിലും കേരളത്തിൽ ഈ ഒരു സിനിമ അത് വലിയ രീതിയിൽ ചർച്ചയാക്കിയതിനും ഇത്രയധികം ജനങ്ങളിലേക്ക് ഈ സിനിമ എത്താൻ കാരണക്കാരായതും ഈ സംഘപ്രസ്ഥാനങ്ങൾ തന്നെയാണ്. കാരണം ഈ സിനിമ കാണണ്ട എന്ന് വിചാരിച്ച പല ആൾക്കാർ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് സിനിമ 250 കോടി കടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 250 കോടി കടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണാവോ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ വീട്ടിലേക്ക് ED എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ടുവരുന്നത്? ഇത് പോകേണ്ടത് ഒന്ന് ആശീർവാദിൻ്റെ സ്ഥലത്തേക്കും അതുപോലെ തന്നെ ഒന്ന് ഈ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്തേക്കാണല്ലോ. ഇപ്പം ഗോകുലം ഗോപാലനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം. അവർ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ടാണ്. എന്താണേലും വരും ദിവസങ്ങളിൽ ഈ സിനിമ വീണ്ടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ 10-ാം തീയതി, അത് പറയുമ്പോൾ ഞാൻ അതും കൂടെ പറയും, 10-ാം തീയതി നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക റിലീസാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ പുകിലുകളാണ് കേരളത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ വീട്ടിലും മുരളി ഗോപിയുടെ വീട്ടിലും ആശീർവാദിൻ്റെ കൊണാൻട്രാക്ടറുള്ള ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വീട്ടിലേക്കും ഈ പറയുന്ന സംവിധാനങ്ങൾ പോകാത്തത് എന്താണ് എന്നുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സംഘപ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാം. കാരണം ആദർശം കെട്ട് ആണും പെണ്ണും കെട്ട ഒരു ജീവിതം ഈ നാട്ടിൽ ജീവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നാൽ മാത്രം മതി. എന്തായാലും ആൺകുട്ടികൾ അവരത് എപ്പോഴും നട്ടല് വിരിച്ച് തന്നെ നിൽക്കും. പൃഥ്വിരാജിന് വലിയൊരു സല്യൂട്ട്. എന്താണേലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് പുകിലുകൾ എന്നുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും